ഓരോ കളറും മനുഷ്യൻ്റെ തിങ്കിങ്ങും ബിഹേവിയറും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഏത് കളർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നതാണ് കളർ സൈക്കോളജി എന്ന് പറയുന്നത്. ഗ്രേ കളർ യൂസ് ചെയ്യുന്ന ആപ്പിളിനെ പോലുള്ള കമ്പനികൾ അവരുടെ ആസ്തെറ്റിക്കും അതേപോലെ കാംനെസ്സും അവരുടെ സിമ്പിൾസിറ്റിയും ഒക്കെയാണ് ആ കളറിലൂടെ കാണിക്കുന്നത്. ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന HP, ഡെല്ലൊക്കെ ഇതേ ഒരു ഗ്രേ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മെക്ഡൊണാൾഡ്സ്, KFC, പിസ്സ ഹട്ട് ഇവരുടെയൊക്കെ ഈ റെഡ് ഉണ്ടല്ലോ, ഈ റെഡ് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വിശപ്പ് എവോക്കാവുകയും അതേപോലെ നമുക്ക് ഒരു എനർജറ്റിക്കായി നിന്ന് നമുക്ക് ആ പ്രൊഡക്റ്റ് മേടിക്കണം എന്ന് തോന്നിയ രീതിയിലാണ് അവരുടെ കളർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സ്റ്റാർബക്സും 7up-ഉം സ്പ്രൈറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഗ്രീൻ. ഈ ഗ്രീന് നമ്മളെ കാമാക്കി വെക്കുകയും അവരുടെ ബ്രാൻഡ് ഫ്രഷ് ആണെന്നും അതുപോലെ തന്നെ പ്രകൃതിക്ക് ഞങ്ങളൊരു ദോഷം ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കൊരു മെസ്സേജ് ആയിരുന്നു ആ കളർ കാണുമ്പോൾ തന്നെ. ആ ഒരു റീസൺ കൊണ്ടാണ് NVIDIA പോലുള്ള ബ്രാൻഡ്സൊക്കെ ഈ ഒരു ഗ്രീൻ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇങ്ങനെ ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, വയലറ്റ് ഇങ്ങനെ ഒരുപാട് കളറുണ്ട്. ഓരോ കളറും ഓരോ സ്റ്റോറിയും ഓരോ ഇമോഷനാണ് പറയുന്നത്. സോ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഡിസൈനർ നിങ്ങൾക്ക് ലോഗോ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം ഈ ഒരു കളറിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുടെ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇനിയും വരാം. സീസൺ ശരിക്കും പറഞ്ഞത് ശരിയാണോ, അതോ ഇത് ഈ സൈക്കോളജി കോർപ്പറേറ്റുകാരുണ്ടാക്കിയതാണോ? വലിയ വലിയ ബിസിനസ്സുകാർ ഞങ്ങളുടെ കളർ നിങ്ങൾ ഇങ്ങനെ കാണണമെന്നുള്ള രീതിയിൽ അവർ ചുമന്നതാണോ? സാൻ്റെ ചുവന്ന വസ്ത്രം അണിയിപ്പിച്ച പോലെ തിങ്ക് ഡിഫറെൻറ്റ്.